ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് സന്ധ്യയിലും നമുക്ക് ഒരുമിച്ചായിരിക്കാൻ, കർത്താവിന്റെ നാമത്തെ ഉയർത്തുവാൻ സ്വർഗത്തിലെ ദൈവം ഒരുക്കി തന്ന ഈ വലിയ ഭാഗ്യത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. പ്രാർത്ഥനാധ്വനിയുടെ ഫേസ്ബുക്ക്, യൂട്യൂബ് പേജുകളിലൂടെ നിങ്ങളോടൊപ്പം ആയിരിക്കുവാൻ സ്വർഗത്തിലെ ദൈവം ഒരു പ്രാവശ്യം കൂടെ എനിക്ക് തന്ന ഈ വലിയ ഭാഗ്യത്തിനായി ദൈവത്തെ മഹത്വപ്പെടുന്നു. പ്രത്യേകാൽ പ്രാർത്ഥനാധ്വനിയുടെ നേതൃത്വം വഹിക്കുന്ന കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ബെൻസൺ ഡാനിയൽ അവർകൾ, മറ്റ് പ്രാർത്ഥനാ സഹകാരികളെ, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ ഒരിക്കൽ കൂടെ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. ഇന്ന് സന്ധ്യയിലും അല്പസമയം ദൈവവചനം ഗ്രഹിക്കുവാൻ, ദൈവവചനം പഠിക്കുവാൻ നമ്മുടെ സമയത്തെ നമുക്ക് മാറ്റിവെക്കാമല്ലോ. ഈ മാസത്തേക്ക് നമുക്ക് ലഭിച്ചിരിക്കുന്ന വിഷയം ക്രൂശിതനായ ക്രിസ്തു, ക്രൂസിഫൈഡ് ക്രൈസ്റ്റ് എന്നുള്ളതാണ്. നമ്മൾ അനേകം സന്ദേശങ്ങൾ ഈ വിഷയത്തെ ആസ്പദമാക്കി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കേൾക്കുവാനിടയായി തീർന്നിട്ടുണ്ട്. ക്രിസ്തീയ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ ഉയർത്തുക, ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസന്റ് ചെയ്യുക, അവതരിപ്പിക്കുക എന്നുള്ളതാണല്ലോ. ഇന്ന് സന്ധ്യയിലും അങ്ങനെ ഒരു അവസരം സ്വർഗത്തിലെ ദൈവം ഒരുക്കി തന്നതോർത്ത് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ. നമുക്ക് ഒരു വാക്യം വായിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ വേദ പഠനം ആരംഭിക്കാം. 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിന്റെ 23-ാമത്തെ വാക്യം. പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം, അതിന്റെ 1-ാം അധ്യായത്തിന്റെ 23-ാമത്തെ വാക്യം. അവിടെ എങ്ങനെയാണ് പറയുന്നത്? ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ഹല്ലേലൂയ. പൗലോസ് വിളിച്ചു പറയുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു സ്റ്റേറ്റ്മെന്റ് ആണത്. ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ക്രിസ്ത്യാനിറ്റിയുടെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് തന്നെ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവാണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നതാണ്. യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടിട്ടില്ലായിരുന്നെങ്കിൽ ക്രിസ്ത്യാനിത്വം ഈ ലോകത്തിൽ ഉടലെടുക്കുമായിരുന്നില്ല. സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ ദൈവത്തിൽ നിന്ന് പാപത്തിലൂടെ അകന്നു പോയപ്പോൾ ആ മനുഷ്യനെ വീണ്ടും തന്നോട് അടുപ്പിക്കുന്നതിനു വേണ്ടി സ്വർഗത്തിലെ ദൈവം ഒരുക്കിയ ആ പദ്ധതിയിലെ ഏറ്റവും മഹത്തായ പ്രവൃത്തിയായിരുന്നു കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശീകരണം. മനോഹരമായി ദൈവം സൃഷ്ടിച്ച മനുഷ്യനെ പിശാച് വിരൂപനാക്കി മാറ്റിയപ്പോൾ തന്റെ ഏകജാതനായ പുത്രനായ യേശു ക്രിസ്തുവിലൂടെ ആ മനുഷ്യന് ഒരു വീണ്ടെടുപ്പ്, അല്ലെങ്കിൽ അവനൊരു റിഫോർമേഷൻ ഒരുക്കി കൊടുക്കുവാൻ സ്വർഗത്തിലെ ദൈവം ഒരുക്കിയ പദ്ധതിയാണ് യേശു ക്രിസ്തുവിലൂടെ കാൽവറി ക്രൂശിൽ നാം കാണുവാനിടയായി തീർന്നത്. ഈ പദ്ധതി മുഖാന്തരം തന്നിൽ നിന്ന് അകന്നുപോയ മനുഷ്യവർഗത്തെ വീണ്ടും തന്നോട് ചേർക്കുവാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കി തീർത്തു. ദൈവം യഥാർത്ഥത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചത് മനുഷ്യനുമായിട്ടുള്ള ഫെലോഷിപ്പ് ഒത്തിരി ആഗ്രഹിച്ചുകൊണ്ടായിരുന്നു. എന്നാൽ പിശാച് മനുഷ്യനെ പാപത്തിലേക്ക് നയിക്കുകയും അതിന്റെ ഫലമായി ദൈവത്തിൽ നിന്ന് പാപം ചെയ്ത മനുഷ്യൻ അകന്നു പോവുകയും ചെയ്തു. എന്നാൽ ദൈവമക്കളെ, എന്ത് സംഭവിച്ചെന്നറിയാമോ? ദൈവത്തിന് അതൊട്ടും സഹിക്കാൻ കഴിയുന്ന ഒരു കാര്യമായിരുന്നില്ല. അതുകൊണ്ട് തന്റെ സ്വന്തം പുത്രനെ മനുഷ്യവർഗത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി, മനുഷ്യന്റെ വീണ്ടെടുപ്പിനു വേണ്ടി കർത്താവ് യേശുക്രിസ്തുവിനെ ഈ ഭൂമിയിലേക്ക് പിതാവ് അയക്കാനിടയായിത്തീർന്നു. എന്റെയും നിങ്ങളുടെയും രക്ഷയ്ക്ക് വേണ്ടി, ദൈവത്തോട് നാം നിരപ്പ് പ്രാപിക്കേണ്ടതിനു വേണ്ടി, ദൈവത്തോട് നാം അടുത്തു വരേണ്ടതിനു വേണ്ടി തന്റെ സ്വന്തം പുത്രനെ ഒരു ബലിയായി ഈ ഭൂമിയിലേക്ക് സ്വർഗത്തിലെ ദൈവം അയക്കാനിടയായിത്തീർന്നു. അങ്ങനെ എനിക്കും നിങ്ങൾക്കും ദൈവത്തോട് നിരപ്പ് പ്രാപിക്കുവാൻ സ്വർഗത്തിലെ ദൈവം വലിയൊരു അവസരം ഒരുക്കി തരികയാണ് ഉണ്ടായത്. വേദപുസ്തകത്തിലെ
സെൻട്രൽ തീം അല്ലെങ്കിൽ സുവിശേഷങ്ങളുടെ സെൻട്രൽ തീം എന്ന് നമുക്ക് ക്രിസ്തുവിന്റെ ക്രൂശീകരണത്തെ വിവരിക്കുവാനായിട്ട് കഴിയും. യേശുവിന്റെ ക്രൂശീകരണം ഇല്ലായിരുന്നെങ്കിൽ മനുഷ്യവർഗത്തിന് ഒരു വിധത്തിലും രക്ഷ സാധ്യമാകുമായിരുന്നില്ല. അത്രയധികം മനുഷ്യവർഗത്തെ ദൈവം സ്നേഹിച്ചതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, ഹല്ലേലൂയ, തന്റെ സ്വന്തം പുത്രനെ ഈ ഭൂമിയിലേക്ക് അവൻ അയച്ചു. 33.5 തിരുവയസ്സ് വരെ ഒരു സാധാരണ മനുഷ്യനായി, താൻ പൂർണ്ണ ദൈവമായിരിക്കുമ്പോൾ തന്നെ ഒരു സാധാരണ മനുഷ്യനായി ഈ ഭൂമിയിൽ താൻ ജീവിച്ചു, മനുഷ്യരോടൊപ്പം ജീവിച്ചു. 33.5 തിരുവയസ്സിൽ കാൽവറി ക്രൂശിലൂടെ മനുഷ്യവർഗത്തിന്റെ പാപത്തെയും ശാപത്തെയും രോഗത്തെയും ഒക്കെ ഏറ്റെടുത്തുകൊണ്ട് താൻ യാഗമായി തീർന്ന് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് പിതാവിന്റെ സന്നിധിയിലേക്ക് എടുക്കപ്പെട്ടു. ഈ ഒരു പ്രവൃത്തിയിലൂടെ മനുഷ്യവർഗത്തിന് മുഴുവനും രക്ഷ നൽകുവാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കി മാറ്റി. ദൈവത്തിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാകത്തില്ല ദൈവമക്കളെ. ദൈവത്തോടുള്ള സ്നേഹം ഓരോ നിമിഷവും നമ്മുടെ ഉള്ളിൽ നിന്ന് ഒഴുകുവാൻ, നമ്മുടെ ഉള്ളിൽ നിന്ന് പുറത്തോട്ട് വരുവാൻ യേശുവിന്റെ ക്രൂശീകരണം മാത്രം ചില നിമിഷങ്ങൾ ധ്യാനിച്ചാൽ മതിയാകും. മറ്റാർക്കും നമ്മെ അങ്ങനെ സ്നേഹിക്കാൻ കഴിഞ്ഞിട്ടില്ല ഈ ലോകത്തിൽ ഇതുവരെ. നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ, അമ്മയ്ക്ക് കുഞ്ഞുങ്ങളോടുള്ള സ്നേഹമാണ് ഏറ്റവും വലിയതെന്ന്. എന്നാൽ തിരുവചനം പറയുന്നു, ഒരമ്മ തൻ്റെ കുഞ്ഞിനെ മറക്കുമോ? എത്രയോ അമ്മമാർ, പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിലൊക്കെ നമ്മൾ നോക്കിയാൽ അറിയാം, ഓരോ ദിവസവും എത്രമാത്രം വാർത്തകൾ നാം കേൾക്കുന്നു. കുഞ്ഞുങ്ങളെ ഉപേക്ഷിച്ചു പോകുന്ന അമ്മമാർ, കുഞ്ഞുങ്ങളെ പ്രസവിച്ച ഉടനെ കൊന്നുകളയുന്ന അമ്മമാർ, അങ്ങനെയൊക്കെ സംഭവിക്കുന്നില്ലേ? എന്നാൽ നമ്മുടെ കർത്താവിന്, ഹല്ലേലൂയ, കർത്താവ് പറയുകയാ, ഒരമ്മ തൻ്റെ കുഞ്ഞിനെ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല. അത്രമാത്രം സ്നേഹം നമുക്ക് വേണ്ടി നമ്മുടെ കർത്താവ് പകർന്നു തന്നു. അതിൻ്റെ ഏറ്റവും തീവ്രമായ അനുഭവമാണ് കാൽവറി ക്രൂശിലൂടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അതുകൊണ്ടാണ് പൗലോസ് വിളിച്ചു പറഞ്ഞത്, ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ഹല്ലേലൂയ. നമുക്ക് ഉയർത്തുവാൻ, നമുക്ക് ഘോഷിക്കുവാൻ ഒരേ ഒരു നാമമേ ഉള്ളൂ. അത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമമാണ്. നമുക്ക് വേണ്ടി കാൽവറി ക്രൂശിൽ യാഗമായി തീർന്ന യേശുവിന്റെ നാമമാണ് ആ നാമം. ഇന്ന് സന്ധ്യയിലും ആ യേശുവിനെ ഉയർത്തുവാൻ, ആ ക്രൂശിതനായ ക്രിസ്തുവിനെ മഹത്വപ്പെടുത്തുവാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് ഒരു പ്രാവശ്യം കൂടി അവസരം തന്നിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്കിന്ന് സന്ധ്യയിൽ നമ്മുടെ കർത്താവിനെ ഒരിക്കൽ കൂടെ ഉയർത്തുവാൻ ഇടയായി തീരട്ടെ ദൈവമക്കളെ. ഹല്ലേലൂയ. മറ്റൊരു വാക്യം നമുക്ക് വായിക്കാം. 1 കൊരിന്ത്യർ 1-ാം അധ്യായത്തിന്റെ തന്നെ 18-ാമത്തെ വാക്യം. അവിടെ ഇങ്ങനെയാ പറയുന്നത്, ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയുമാകുന്നു. ഈ ക്രൂശിന്റെ വചനത്തിന് അനേകം പ്രത്യേകതകളുണ്ട്. ലോകത്തിൽ ആർക്കു വേണമെങ്കിലും അത് വിശ്വസിക്കാം, അത് ഏറ്റെടുക്കാം, അതിൽ അഭയം പ്രാപിക്കാം. എന്നാൽ നാം ഇപ്പോൾ വായിച്ചു കേട്ട ഭാഗം ഇങ്ങനെയാണ്, അത് നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വമാണ്, എന്നാൽ രക്ഷിക്കപ്പെടുന്ന നമുക്കോ അത് ദൈവ ശക്തിയാകും. ക്രൂശിന്റെ വചനത്തിൽ വിശ്വസിക്കുന്ന ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം അതവൻ ദൈവശക്തിയായി മാറും. പിശാചിന്റെ മേൽ, തന്റെ പാപങ്ങളുടെ മേൽ, തന്റെ മേലുള്ള ബന്ധനങ്ങളുടെ മേൽ ഈ ക്രൂശിന്റെ വചനം വലിയ ശക്തിയും അധികാരവുമായി മാറുവാനിടയായിത്തീരും. കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്നത് സകല മനുഷ്യർക്ക് വേണ്ടിയാണെന്ന് നമുക്കറിയാമല്ലോ. തന്നിൽ വിശ്വസിക്കുന്ന ഏതൊരു മനുഷ്യനെയും രക്ഷിക്കുവാനാണ് യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്നത്. എന്നാൽ പലരും ആ വചനത്തിന്, തന്റെ ക്രൂശ് മരണത്തിന് അതിൻ്റെതായ പ്രാധാന്യം നൽകുന്നതായി നമുക്ക് കാണാൻ കഴിയത്തില്ല.
അതുകൊണ്ട് തന്നെ ആ തിരുവചനം പറയുന്നത് വിശ്വസിക്കുന്നവർക്കാണ് യേശുവിന്റെ ക്രൂശ് മരണത്തിലൂടെ, യേശുവിന്റെ ക്രൂശിലൂടെ രക്ഷപ്പെടാനായിട്ട് കഴിയത്തുള്ളൂ എന്ന് തിരുവചനം പറയുന്നു. ഇന്ന് രാത്രിയും എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളിൽ ആർക്കെങ്കിലും ഇതുവരെയും യേശുവിൽ വിശ്വസിക്കാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ, യേശുവിന്റെ ക്രൂശ് മരണത്തിൽ വിശ്വസിക്കാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ, തന്റെ ഉയർത്തെഴുന്നേൽപ്പിൽ വിശ്വസിക്കാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ, ഇന്ന് രാത്രി നിങ്ങൾക്ക് അതിനുള്ളൊരു അവസരമുണ്ട്. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് യേശുവിൽ വിശ്വസിക്കാൻ കഴിയുന്നുവെങ്കിൽ, യേശുവിന്റെ നാമത്തെ മഹത്വപ്പെടുത്താൻ കഴിയുന്നുവെങ്കിൽ, എന്റെ പാപത്തിന് പരിഹാരമായി തീരുവാനാണ് കാൽവറി ക്രൂശിലൂടെ യേശു യാഗമായി തീർന്നതെന്ന് വിശ്വസിക്കാൻ കഴിഞ്ഞാൽ നമുക്കത് വലിയ ദൈവശക്തിയായി മാറുവാനിടയായി തീരും. അത് നമ്മുടെ നിത്യജീവന് മുഖാന്തരമായി തീരുമെന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ ആദ്യം പറഞ്ഞല്ലോ, യേശുവിന്റെ ക്രൂശ് മരണമാണ് ക്രിസ്ത്യാനിറ്റിയുടെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. യേശു ക്രൂശിൽ മരിച്ചില്ലായിരുന്നെങ്കിൽ മനുഷ്യവർഗത്തിന് രക്ഷ സാധ്യമായിരുന്നില്ല. ദൈവമക്കളെ, ദൈവം ഒരുക്കി ഈ വലിയ പദ്ധതിക്കായി നമുക്ക് ദൈവത്തിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാകത്തില്ല. ചില ഭാഗങ്ങൾ വളരെ പെട്ടെന്ന് നമുക്ക് ചിന്തിക്കാനായി നമ്മുടെ സമയത്തെ മാറ്റിവെക്കാം. ഹല്ലേലൂയ. കർത്താവ് നമുക്ക് വേണ്ടി എന്ത് ചെയ്തു? ചില ചോദ്യങ്ങൾ പലപ്പോഴും നമ്മൾ ചോദിക്കാറില്ലേ? പ്രധാനപ്പെട്ട 3 ചോദ്യങ്ങൾ ക്രിസ്ത്യാനിറ്റിയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഉയർന്നു വരേണ്ടതായിട്ടുണ്ട്. ഒന്നാമത്തെ ചോദ്യം ഇതായിരിക്കണം: യേശു ക്രിസ്തു എനിക്ക് വേണ്ടി എന്ത് ചെയ്തു? യേശുവിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന, യേശുവിനെ അറിയാൻ ആഗ്രഹിക്കുന്ന ഏത് മനുഷ്യനും ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ്, യേശു എനിക്ക് വേണ്ടി എന്ത് ചെയ്തു? ഈ ഒരു ചോദ്യം ഉയരുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം കടന്നു വരേണ്ട ഉത്തരം, എൻ്റെ പാപത്തിന് പരിഹാരമായി തീരുവാൻ, എൻ്റെ ശാപത്തിന് പരിഹാരമായി തീരുവാൻ, പിശാചിന്റെ അടിമത്തത്തിൽ നിന്ന് എനിക്ക് പുത്രത്വത്തിന്റെ പദവി തരുവാൻ കർത്താവായ യേശു ക്രിസ്തു കാൽവറി ക്രൂശിലൂടെ യാഗമായി തീർന്നു എന്നുള്ളതാണ് യേശു എനിക്ക് വേണ്ടി ചെയ്ത ഏറ്റവും വലിയ അത്ഭുതം. ആമേൻ. ഹല്ലേലൂയ. നമുക്ക് ആർക്കും ഇത് മറക്കാൻ കഴിയുന്ന കാര്യമല്ലല്ലോ. തിരുവചനത്തിലെ ഏടുകൾ മുഴുവനും പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പഴയ നിയമത്തിൽ മുഴുവനും പുതിയ നിയമത്തിലും വളരെ വ്യക്തമായിട്ട് പറയുന്ന ഒരു കാര്യമാണ് യേശുവിന്റെ ക്രൂശ് മരണത്തെക്കുറിച്ച്. യേശുവിന്റെ ക്രൂശ് മരണ മുഖാന്തരം മനുഷ്യവർഗത്തിനുള്ള രക്ഷയെക്കുറിച്ച്, നിത്യജീവനെക്കുറിച്ച് വളരെ വ്യക്തമായി പരിശുദ്ധാത്മാവ് തിരുവചനത്തിൽ മുഴുവനും രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. He died for me on the cross. യേശു എനിക്ക് വേണ്ടി ചെയ്ത ഏറ്റവും വലിയ അത്ഭുത പ്രവൃത്തിയാണ്. എൻ്റെ പാപത്തിന് പരിഹാരമായി തീരുവാൻ അവൻ സ്വയം യാഗമായി തീർന്നു. ആ വാക്കിന് വളരെ പ്രാധാന്യമുണ്ട്. മറ്റാരുടെ നിർബന്ധപ്രകാരം, മറ്റാരുടെയോ അധികാരപ്രകാരം യേശു ക്രൂശിക്കപ്പെടുകയായിരുന്നില്ല. സ്വയം യാഗമായി തീരുകയായിരുന്നു. നമ്മുടെ പാപത്തിന് പരിഹാരമായി തീരുവാൻ വേണ്ടി അവൻ സ്വയമായി ഏൽപ്പിച്ചു കൊടുക്കുകയായിരുന്നു. തിരുവചനം ഇങ്ങനെ ഒരു ഭാഗം പറയുന്നുണ്ട്: ഹി വാസ് സെലിബ്രേറ്റിംഗ് ഹിസ് ഡെത്ത്. അവൻ കാൽവറി ക്രൂശിൽ ആ മരണം ആസ്വദിക്കുകയായിരുന്നു എന്നാ പറയുന്നത്. ഹി വാസ് എൻജോയിങ് ദ ഡെത്ത്. ആർക്കാ അങ്ങനെ ചെയ്യാൻ കഴിയുക? ഒരു പാപവും ചെയ്യാത്ത ഒരു വ്യക്തിക്ക്, മനുഷ്യവർഗത്തിനു വേണ്ടി, ഹല്ലേലൂയ, താൻ സ്വയം യാഗമായി തീരുന്ന ഒരു അനുഭവം, അതും അത് സന്തോഷത്തോടെ ഏറ്റെടുക്കുന്ന ഒരു അനുഭവം. അതിന്റെ കാരണം എന്തെന്നറിയാമോ? അത്രമാത്രം അവൻ നമ്മെ സ്നേഹിച്ചു എന്നുള്ളതാണ്. നമുക്ക് ആർക്കും മനസ്സിലാക്കാൻ കഴിയാത്തതിന്റെ ഒക്കെ എത്രയോ അപ്പുറമാണ് ദൈവമക്കളെ കർത്താവിന് നമ്മളോടുണ്ടായിരുന്ന സ്നേഹം. അതേ സ്നേഹം ഇന്നും അവൻ നമ്മളോട് കാണിക്കുന്നത് കൊണ്ടല്ലേ ഞാനും നിങ്ങളും പല തെറ്റുകൾ ചെയ്തിട്ടും, ദൈവത്തിൽ നിന്ന് അകന്നു പോകാൻ സാധ്യതയുള്ള അനേകം കുറവുകളും പാപങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടും
ഇന്നും അവൻ നമ്മെ ചേർത്ത് പിടിക്കുന്നത് ആ സ്നേഹത്തിന്റെ ആഴം അത്ര തീവ്രമായതുകൊണ്ടല്ലേ? ദൈവമക്കളെ, അതൊരു അഡ്വാൻറ്റേജായി എടുക്കാൻ പലപ്പോഴും സാധ്യതയുണ്ട്. നമ്മളൊക്കെ പലപ്പോഴും അങ്ങനെ ചെയ്യുന്നവരാ. എന്നാൽ ഇന്ന് രാത്രി ഒരു മടങ്ങി വരവ്, കർത്താവിന്റെ സന്നിധിയിലേക്കൊന്ന് മടങ്ങി വരുവാൻ നമുക്ക് കഴിയുമോ? കർത്താവെ, ഞാനൊരു പാപിയാണെന്ന് സമ്മതിക്കുവാൻ നമുക്ക് കഴിയുമോ? യേശുപ്പാ, ഞാൻ അങ്ങയിൽ നിന്ന് അകന്ന് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. എന്നാൽ ഇന്ന് രാത്രി ആ ക്രൂശ് ഞാൻ ധ്യാനിക്കുമ്പോൾ, കാൽവറി ക്രൂശിലൂടെ അങ്ങ് എനിക്ക് വേണ്ടി യാഗമായി തീർന്ന ആ സ്നേഹം, ആ ത്യാഗം ഒരിക്കൽ കൂടെ ഞാൻ ധ്യാനിക്കുമ്പോൾ, അപ്പാ, ഹല്ലേലൂയ, എന്നെ ഒരിക്കൽ കൂടെ ആ രക്തത്താൽ ഒന്ന് കഴുകി ഒരു വിശുദ്ധിയുടെ അനുഭവത്തിലേക്ക് എന്നെ കൊണ്ടുപോകണമേ എന്ന് പ്രാർത്ഥിക്കുവാൻ എത്ര പേർക്ക് കഴിയും? കർത്താവ്, ഒരു വിശുദ്ധ ജീവിതം ഞാൻ ആഗ്രഹിക്കുന്നുവെന്ന് ദൈവസന്നിധിയിൽ ഒരു തീരുമാനമെടുക്കുവാൻ എന്ന സന്ധിയിൽ നമുക്ക് കഴിയുമോ ദൈവമക്കളെ? ഒന്നാമത്തെ ചോദ്യം ഇതാ ഞാൻ പറഞ്ഞത്, നമുക്ക് വേണ്ടി എന്ത് ചെയ്തു? He died for me on the cross. നമ്മെ രക്ഷിക്കാനിടയായി തീർന്നു. രണ്ടാമത് ഉയർന്നു വരേണ്ട ഒരു ചോദ്യം ഇതാ, യേശു എനിക്ക് വേണ്ടി ഇപ്പോൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു? അവൻ എന്ത് ചെയ്തു എന്നുള്ള ചോദ്യത്തിന്, അവൻ എനിക്ക് വേണ്ടി മരിച്ചു, എന്നെ വീണ്ടെടുക്കുവാൻ, എന്നെ രക്ഷിക്കുവാൻ കാൽവറിയിൽ യാഗമായി തീർന്നു എന്ന മറുപടി നമുക്ക് ലഭിക്കും. എന്നാൽ ഇപ്പോൾ അവൻ നമുക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു എന്നുള്ള ചോദ്യത്തിന് എന്തു മറുപടിയാണ് നമുക്ക് ലഭിക്കുക? തിരുവചനം വളരെ വ്യക്തമായിട്ട് അത് പറയുന്നുണ്ട്. അവൻ മധ്യസ്ഥൻ. 1 തിമോത്തിയോസിന് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിന്റെ 5-6 വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. അപ്പോസ്തലനായ പൗലോസ് തിമോത്തിയോസിന് എഴുതിയ 1-ാമത്തെ ലേഖനം 2-ാം അധ്യായത്തിന്റെ 5-6 വാക്യങ്ങൾ. അവിടെ ഇങ്ങനെയാ പറയുന്നത്, ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ, എല്ലാവർക്കും വേണ്ടി മറുവിലയായി തന്നെത്താൻ കൊടുത്ത മനുഷ്യനായ ക്രിസ്തു യേശു തന്നെ. അവൻ നമുക്ക് വേണ്ടി പിതാവിന്റെ സന്നിധിയിൽ മധ്യസ്ഥത അണയ്ക്കുകയാണെന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു. ഞാനും നിങ്ങളും ചെയ്യുന്ന ഓരോ പാപങ്ങൾക്കും പിതാവിന്റെ സന്നിധിയിൽ ഇന്നും അവൻ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. തിരുവചനം ഇങ്ങനെ പറയുന്നു, ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന യേശുവിന്റെ രക്തം. ഹാബേലിന്റെ രക്തം പ്രതികാരത്തിനു വേണ്ടി ദൈവസന്നിധിയിൽ വാദിക്കുമ്പോൾ, യേശുവിന്റെ രക്തം നമ്മെ ചേർത്ത് പിടിക്കുവാനായി, നമുക്ക് പാപപരിഹാരം തരാനായി, ഹല്ലേലൂയ, നമ്മുടെ പാപത്തിന് ക്ഷമ തരാനായി പിതാവിന്റെ സന്നിധിയിൽ ഓരോ നിമിഷവും വാദിച്ചുകൊണ്ടിരിക്കുകയാണ്. മക്കളെ, എത്ര വലിയതാ യേശുവിന്റെ സ്നേഹം! ഇന്ന് നമ്മളെ അവൻ അത്രമാത്രം സ്നേഹിക്കുന്നു. ആ യേശുവിന്റെ സന്നിധിയിലേക്ക് അടുത്തു വരാൻ നമുക്ക് കഴിയുമോ? നമുക്ക് വേണ്ടി കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് വേണ്ടി സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. ഞാൻ എല്ലാ വാക്യങ്ങളും ഒന്നും വായിക്കാൻ സമയമില്ലല്ലോ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി സ്ഥലം ഒരുക്കാൻ പോകുന്നു. ഞാൻ പോയി സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളെയും ഇരുത്താൻ വീണ്ടും വന്ന് നിങ്ങളെ ചേർത്തുകൊള്ളും. അവൻ നമുക്ക് വേണ്ടി സ്ഥലം ഒരുക്കാൻ പോയിരിക്കുകയാ. ഹി ഈസ് പ്രിപ്പയറിംഗ് എ ബ്യൂട്ടിഫുൾ പാലസ് ഫോർ us. മനോഹരമായൊരു സൗധം നമുക്ക് വേണ്ടി അവൻ പണിയുകയാണ്. നമ്മുടെ ആരുടെയും കണ്ണിൽ കണ്ടിട്ടില്ലാത്തത്, ഇതുവരെ നമുക്ക് അനുഭവിക്കാൻ കഴിയാത്തത് ദൈവം നമുക്ക് വേണ്ടി ഒരുക്കുകയാണ്. നിത്യതയിൽ അവനോടൊപ്പം വസിക്കാൻ നമുക്ക് കഴിയണമെങ്കിൽ യേശുവിൻ്റെ കൂടെ ഈ ഭൂമിയിൽ യാത്ര ചെയ്തേ പറ്റത്തുള്ളൂ. മൂന്നാമത്തെ ചോദ്യത്തിലോട്ട് ഞാൻ കടന്നു വരട്ടെ. മൂന്നാമത്തെ ചോദ്യം നമുക്കിങ്ങനെ ചോദിക്കാം,
വാട്ട് ഹി വിൽ ഡു ഫോർ അസ്. അവൻ നമുക്ക് വേണ്ടി എന്ത് ചെയ്യും ഇനി? മൂന്നാമത്തെ ചോദ്യത്തിനുള്ള മറുപടി ഇതാണ്. അനേക സ്ഥലത്ത് അത് പറയുന്നുണ്ട്. 1 യോഹന്നാൻ 14:2-3, 1 തെസ്സലോനിക്കർ 4 അധ്യായം 16-17 വാക്യങ്ങൾ, മത്തായിയുടെ സുവിശേഷം 24 അധ്യായം 30-31 വാക്യങ്ങൾ, വെളിപ്പാട് പുസ്തകം 22-12 ഒക്കെ പറയുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ വേഗം വന്ന് നിങ്ങളെ ചേർത്തുകൊള്ളും, ഞാൻ വീണ്ടും വരും. ഹല്ലേലൂയ. നമുക്ക് നൽകിയിരിക്കുന്ന ദൈവജനത്തിന്, ദൈവമക്കൾക്ക് നൽകിയിരിക്കുന്ന ഏറ്റവും വലിയ വാഗ്ദത്തം, ഏറ്റവും വലിയ പ്രോമിസ്, ഞാൻ വീണ്ടും വന്ന് നിങ്ങളെ ചേർത്തുകൊള്ളും. ആമേൻ. ഇത്രയും വലിയ പ്രോമിസ് തരാൻ വേറെ ആർക്കാ കഴിയുക? വെറും പാപികളും നികൃഷ്ടരുമായിരുന്ന നമ്മെ തന്റെ രക്തം കൊണ്ട് അവൻ വിലയ്ക്ക് വാങ്ങി തന്റെ മക്കളാക്കി തീർത്തു. ഇന്ന് നമുക്ക് വേണ്ടി അവൻ വാദിച്ചു കൊണ്ടിരിക്കുക. എന്നിട്ട് പറയുക, നിങ്ങളെ വീണ്ടും ചേർക്കുവാൻ ഞാൻ വരും, നിങ്ങളെ ചേർത്തുകൊള്ളാൻ ഞാൻ വീണ്ടും വരുമെന്ന് കർത്താവ് വാഗ്ദത്തം നൽകിയിരിക്കുകയാണ്. ഈ ഒരു വാഗ്ദത്തം ആയിരിക്കണം ഓരോ ദൈവ പൈതലിനെയും ഓരോ ദിവസവും മുന്നോട്ട് നയിക്കേണ്ടത്. ആമേൻ. ഹല്ലേലൂയ. പ്രതികൂലങ്ങൾ വരുമ്പോൾ, ചഞ്ചലിപ്പിന്റെ അനുഭവങ്ങൾ വരുമ്പോൾ, വഴുതി വീഴാവുന്ന സാഹചര്യങ്ങൾ വരുമ്പോഴൊക്കെ യേശുവിന്റെ തിരുമുഖത്തേക്ക് നോക്കിക്കൊണ്ട്, കർത്താവ് പറഞ്ഞ വാഗ്ദത്തം ഓർത്തുകൊണ്ട്, ഞാൻ നിങ്ങളെ ചേർക്കുവാൻ വീണ്ടും വരുമെന്നുള്ള ആ വാഗ്ദത്തത്തിൽ മുറുകെ പിടിച്ചുകൊണ്ട് യേശുവിനെ ലക്ഷ്യമാക്കി, ആ നിത്യത ലക്ഷ്യമാക്കി യാത്ര ചെയ്യാൻ നമുക്ക് ഓരോ ദിവസം കഴിയണം ദൈവമക്കളെ. നമ്മളിൽ നിന്ന് കർത്താവ് ആഗ്രഹിക്കുന്നത് അതാണ്. അങ്ങനെയുള്ള ഒരു ക്രിസ്തീയ ജീവിതമാണ് കർത്താവ് ഓരോ ദിവസവും നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. ഞാൻ ആ ഭാഗം അവിടെ വിടുകയാണ്. 3 കാര്യങ്ങൾ, 3 ചോദ്യങ്ങൾ. യേശു എനിക്ക് വേണ്ടി എന്ത് ചെയ്തു? ഇപ്പോൾ എന്ത് ചെയ്യുന്നു? ഇനി എന്ത് ചെയ്യും? ഹല്ലേലൂയ. ആ ഭാഗം ഞാൻ അവിടെ തൽക്കാലം വിടട്ടെ, സമയത്തിന്റെ പരിമിതി ഉള്ളതുകൊണ്ട്. ക്രൂശിതനായ ക്രിസ്തുവിന്റെ ആ ഒരു വിഷയത്തിലേക്ക് നമുക്ക് വീണ്ടും അല്പസമയം നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരാം. ഏകദേശം 19 നൂറ്റാണ്ടുകളോളം ക്രിസ്തീയ വർഗത്തിന്റെ, ക്രിസ്ത്യാനിത്വത്തിന്റെ ഏറ്റവും വലിയ അടയാളമായി ക്രൂശ് മാറിയ അനുഭവം നമുക്കറിയാം. ക്രൂശ് കാണുമ്പോൾ നമുക്ക് ക്രിസ്ത്യാനി ഓർമ്മ വരും, അല്ലെങ്കിൽ ക്രിസ്തുവിനെ ഓർമ്മ വരും. എന്നാൽ ഒരു കാലഘട്ടത്തിൽ, 1-ാം നൂറ്റാണ്ടിൽ, ഈ ക്രൂശ് ഏറ്റവും വലിയ നിന്ദയുടെ, പരിഹാസത്തിന്റെ ഒരു ചിഹ്നമായാണ് കണ്ടിരുന്നത്. റോമൻ സാമ്രാജ്യത്തിലൊക്കെ ഏറ്റവും വലിയ പാപികളെ, ഏറ്റവും നികൃഷ്ടമായ വ്യക്തികളെ കൊല്ലുവാനായി, അല്ലെങ്കിൽ അവർക്ക് ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുക്കുവാനായി ഉപയോഗിച്ചിരുന്ന ഏറ്റവും നിന്ദിക്കപ്പെട്ട ഒരു വസ്തുവായിരുന്നു കുരിശ്. ആ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ പാപിയെ, ഏറ്റവും വലിയ കൊലപാതകിയെ ശിക്ഷിക്കാൻ അവരുപയോഗിച്ചിരുന്ന ഒരു മാർഗമായിരുന്നു ക്രൂശിക്കുക എന്നുള്ളത്. യേശുക്രിസ്തുവും നമുക്കറിയാം, നമ്മുടെ മുഴുവനും, മനുഷ്യവർഗത്തിന്റെ മുഴുവൻ പാപങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് അവൻ വലിയൊരു പാപിയായി മാറി. നമ്മുടെ മുഴുവൻ രോഗങ്ങൾ വഹിച്ചുകൊണ്ട് അവൻ വലിയൊരു രോഗിയായി മാറി. നമ്മുടെ മുഴുവൻ ശാപങ്ങളും ഏറ്റെടുത്തുകൊണ്ട് വലിയൊരു ശാപഗ്രസ്തനായി മാറി. തിരുവചനം അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. യെശയ്യാ പ്രവാചകൻ മുതൽ അനേകർ ഈ കാര്യങ്ങളൊക്കെ പ്രവചിച്ചിട്ടുമുണ്ട്. നമ്മുടെ പാപത്തിന്, ശാപത്തിന്, രോഗത്തിനൊക്കെ പരിഹാരം വരുത്തുവാനായി ദൈവത്തിന്റെ മഹാപദ്ധതി നിവർത്തീകരിക്കുന്നതിനു വേണ്ടി താൻ സ്വയം കാൽവറി ക്രൂശിലൂടെ യാഗമായി തീർന്നു. ആ അനുഭവങ്ങളൊക്കെ നമ്മൾ ഒത്തിരി പ്രാവശ്യം കേട്ടിട്ടുള്ളതുമാണ്. തന്റെ താടി രോമങ്ങൾ മുഴുവനും അവർ പിഴുതെറിഞ്ഞു. തന്റെ വിലാപ്പുറം മുഴുവനും അവർ കുത്തി കീറി. ഹല്ലേലൂയ. അവന്റെ പുറം മുഴുവൻ ചാല് പോലെ കീറി എന്ന് തിരുവചനം പറയുന്നു.
നമ്മുടെ പാപത്തിന് പരിഹാരമായി തീരുവാൻ, നമ്മുടെ ശാപത്തിന് പരിഹാരമായി തീരുവാൻ, പിശാചിന്റെ അടിമത്തത്തിൽ നിന്ന് നമുക്ക് മോചനം തരാൻ അവനതെല്ലാം നമുക്ക് വേണ്ടി ഏറ്റെടുത്തു. നഗ്നനാക്കപ്പെട്ട്, ചില വേദപണ്ഡിതന്മാരൊക്കെ പറയുന്നത് പൂർണ്ണ നഗ്നനായി ക്രൂശിക്കപ്പെട്ടു എന്നാ പറയുന്നത്. അത്രമാത്രം നിന്ദിക്കപ്പെട്ട, അത്രമാത്രം ശാരീരികമായിട്ടും മാനസികമായിട്ടും പീഡിപ്പിക്കപ്പെട്ട ഒരനുഭവം ഒരു പാപവും ചെയ്യാത്ത കർത്താവിന് അനുഭവിക്കേണ്ടി വന്നു. ഞാനും നിങ്ങളും ഏറ്റെടുക്കണ്ട, എൻ്റെ നിങ്ങളുടെ സ്ഥാനത്ത് അവനിതെല്ലാം ഏറ്റെടുത്തു. ആഴമേറിയ മുൾക്കിരീടങ്ങൾ തൻ്റെ തലയിൽ അടിച്ചിറക്കപ്പെട്ടു. ഹല്ലേലൂയ. തൻ്റെ കൈകളിലും കാലുകളിലും നീളമേറിയ ആണികൾ അടിച്ചു. ഈ ക്രൂശ് ചുമന്നുകൊണ്ട് ആ തെരുവീതികളിലൂടെ മുഴുവനുവനെ അവർ നടത്തിക്കും. എന്നിട്ടാണ് അവസാന കാൽവറി കുന്നിന്റെ മുകളിൽ കൊണ്ടുപോയി യേശുവിനെ ക്രൂശി തറച്ചത്. എത്രമാത്രം വേദനയും പരിഹാസവും നിന്നയും നമുക്ക് വേണ്ടി നമ്മുടെ അപ്പൻ അനുഭവിച്ചു. ഏതൊരു പിതാവിന് അങ്ങനെ ചെയ്യാനായിട്ട് കഴിയുക? ഏതൊരു വ്യക്തിക്ക് അങ്ങനെ നമ്മെ സ്നേഹിക്കാൻ കഴിയുക? രാത്രി ദൈവമക്കളെ, ഈ യേശുവിന്റെ കരത്തിലോട്ട് നമ്മെ ഒന്ന് ഏൽപ്പിക്കാൻ കഴിഞ്ഞാൽ, നാം ഏത് സാഹചര്യത്തിലാണ് ഇരിക്കുന്നതെങ്കിലും, എത്ര വലിയ കൊടും പാപിയാണ് നാമെങ്കിലും, രാത്രിയും യേശു നമ്മളെ ചേർത്തണയ്ക്കാനായിട്ട് നമ്മുടെ അരികിൽ നിൽക്കുന്നുണ്ട്. നമ്മൾ വിശ്വസിക്കുക. യേശുവിനോടൊന്ന് പറഞ്ഞാൽ മതി, കർത്താവേ, ഞാനൊരു പാപിയാണെന്ന് സമ്മതിക്കുന്നു, അങ്ങേക്ക് എന്നെ രക്ഷിക്കുവാൻ വിടുവിക്കുവാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. രാത്രി എന്നെ ഒന്ന് ഏറ്റെടുക്കണമേ, എന്റെ ഹൃദയത്തിലേക്ക് ഒന്ന് ഇറങ്ങി വരണമേ എന്ന് പ്രാർത്ഥിക്കാൻ ഇന്ന് രാത്രി ആർക്കെങ്കിലും കഴിഞ്ഞാൽ, പ്രിയ ദൈവ പൈതലേ, യേശു നിന്റെ ഉള്ളിൽ വന്ന് ഹല്ലേലൂയ, അവൻ നിന്റെ നാഥനായി മാറുവാനിടയായി തീരും. തന്നോട് ചേർത്ത് നമ്മെ അണയ്ക്കുവാനിടയായി തീരും. ഹല്ലേലൂയ. നമുക്കറിയാം, അന്ന് രാത്രിയിൽ 6 പ്രാവശ്യം യേശുവിനെ കോടതി മുറികളിൽ വിസ്തരിക്കാനായിട്ട് അവർ കൊണ്ടുപോയി. 3 തവണ റിലീജിയസ് ട്രയൽസ് അവന് നടത്തി. 3 തവണ സിവിൽ അല്ലെങ്കിൽ റോമൻസിന്റെ കോടതികളിൽ അവനെ വിസ്തരിച്ചു. അതൊന്നും പറയാൻ എനിക്ക് സമയമില്ലല്ലോ. ഹന്നാസിന്റെ അടുക്കൽ, കയ്യാഫാവിന്റെ അടുക്കൽ, പീലാത്തോസിന്റെ അടുക്കൽ 2 പ്രാവശ്യം എല്ലാം അവനെ കൊണ്ടുപോയി. പക്ഷെ ഇവർക്ക് ആർക്കും ഒരു തെറ്റുപോലും യേശുവിൽ കണ്ടെത്താൻ കഴിഞ്ഞില്ല. അനേകം ഫാൾസ് അക്യൂസിഷൻസ് ഒക്കെ യേശുവിനെതിരെ കൊണ്ടുവന്നു. പീലാത്തോസ് പോലും അവസാനം എങ്ങനെയാ പറഞ്ഞത്? ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല എന്ന് പറഞ്ഞ് തൻ്റെ കൈകളെ കഴുകി. ഈ ലോകത്തിലേക്കൊന്ന് നമ്മുടെ കണ്ണുകളെ ഓടിച്ചാൽ നമുക്കറിയാം, ഏത് കോടതിക്കാ അങ്ങനെ കഴിയുക? ഈ മനുഷ്യൻ്റെ ഒരു തെറ്റുമില്ല എന്ന് ജഡ്ജി തന്നെ പറഞ്ഞിട്ട്, അതേ ജഡ്ജി ആ മനുഷ്യനെ ക്രൂശിക്കാനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുന്ന അസാധാരണമായൊരു സംഭവം അവിടെ നടക്കുകയാണ്. ഈ മനുഷ്യൻ ഒരു തെറ്റുമില്ല എന്ന് പറഞ്ഞ അതേ ജഡ്ജി അവന്റെ സകല ജസ്റ്റിസും മാറ്റിവെച്ചിട്ട്, സകല നീതിബോധവും മാറ്റിവെച്ചിട്ട് പാപമില്ലാത്ത ആ മനുഷ്യനെ ക്രൂശിക്കുവാനായി ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. ഹല്ലേലൂയ. ഞാനും നിങ്ങളും ഏൽക്കണ്ട ക്രൂശ് മരണം നമുക്ക് വേണ്ടി അവൻ ഏറ്റെടുത്തു. ഞാൻ വേഗത്തിൽ കടന്നു പോട്ടെ. അതിന്റെ കാരണം എന്തെന്നറിയാവോ? ഗലാത്യർക്ക് എഴുതിയ ലേഖനത്തിൽ 3-ാം അധ്യായം 13-14 വാക്യങ്ങൾ ഇങ്ങനെയാ പറയുന്നത്: മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവൻ. ഞാൻ അതിന്റെ എക്സ്പ്ലനേഷനിലേക്ക് ഒന്നും പോകുന്നില്ല. നമുക്കറിയാം, നമ്മുടെ ശാപത്തെ ഏറ്റെടുക്കുവാൻ അവൻ ശാപമായി തീർന്നു. അത് ദൈവത്തിന്റെ വചനത്തിന്റെ പൂർത്തീകരണമായിരുന്നു. ദൈവമക്കളെ, ഞാനും നിങ്ങൾ ശപിക്കപ്പെട്ട സ്ഥാനത്ത് നമ്മുടെ ശാപത്തെ ഏറ്റെടുക്കുവാൻ അവൻ ശാപമായി തീർന്നു. പിന്നെ പറയാ, കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 2:14-15 പറയുന്നുണ്ട്, അതിക്രമങ്ങളിലും പാപങ്ങളിലും പെട്ടിരുന്ന് നമ്മളെ വീണ്ടെടുക്കുവാൻ
ആ വാക്യം ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം. കൊലോസ്യർ 2-ാം അധ്യായം 14-15 വാക്യങ്ങൾ. അവിടെ ഇങ്ങനെയാ പറയുന്നത്: അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ച ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കയ്യെഴുത്ത് മായ്ച്ച് ക്രൂശിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു. വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി. നമ്മുടെ പാപത്തിന് പരിഹാരമായി തീരുവാൻ, പിശാചിന്റെ തലയെ തകർക്കുവാൻ കർത്താവായ യേശു ക്രിസ്തു കാൽവറി ക്രൂശിലൂടെ യാഗമായി തീർന്നു. ഹല്ലേലൂയ. പിശാച് വലിയ പദ്ധതി ഇട്ടതാ, കർത്താവിനെ തോൽപ്പിച്ച് കളയാമെന്ന്, കർത്താവിനെ തകർത്ത് കളയാമെന്ന് വിചാരിച്ചു. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു കാൽവറി ക്രൂശിലൂടെ, തന്റെ സ്വയ യാഗത്തിലൂടെ പിശാചിന്റെ തലയെ തകർത്തു എന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുക. ഇന്ന് ഈ അധികാരം എനിക്കും നിങ്ങൾക്കും അവൻ കൈമാറിയിട്ടുണ്ട് ദൈവമക്കളെ. ദൈവസഭയ്ക്ക് അവന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട പാതാള ഗോപുരങ്ങൾക്ക് ജയിക്കാൻ കഴിയത്തില്ലെന്ന് കർത്താവ് വാഗ്ദത്തം ചെയ്ത ദൈവസഭയുടെ അധികാരമായി ഇന്ന് അത് കൈമാറിയിരിക്കുകയാണ്. എന്റെയും നിങ്ങളുടെയും അധികാരമായി ഇന്ന് പിശാചിനെ കാൽ കീഴിലിട്ട് ചവിട്ടി മെതിക്കുക എന്നുള്ളത്. ഞാനും നിങ്ങളും ദൈവത്തിന്റെ മക്കളായി മാറിയതിലൂടെ പിശാചിന്റെ തന്ത്രങ്ങളെ തകർക്കുവാൻ, പിശാചിന്റെ കോട്ടകളെ ഇടിച്ചു മെതിച്ചു മുന്നേറുവാൻ സ്വർഗം നമുക്ക് അധികാരം കൈമാറിയിട്ടുണ്ട്. രാത്രിയിലും യേശു ക്രിസ്തു ക്രൂശിതനായിരിക്കുന്നത് നമുക്ക് ജയം തരുവാൻ വേണ്ടിയാണ്, പിശാചിന്റെ തന്ത്രങ്ങളെ തോൽപ്പിക്കാൻ വേണ്ടിയാണ്. പലപ്പോഴും ദൈവമക്കൾക്കുള്ള ഏറ്റവും വലിയൊരു പരാജയം അവിടെയാ. പിശാചിനെ തോൽപ്പിക്കാൻ കഴിയാതെ പിശാചിന്റെ തന്ത്രങ്ങളിൽപ്പെട്ട് ഉഴന്ന് ജീവിക്കുന്ന ക്രിസ്തീയ സഭയിലെ മക്കളെ കാണാൻ നമുക്ക് കഴിയും. ദൈവമക്കളെ, രാത്രി ദൈവത്തിന്റെ ആത്മാവിന് പറയുവാനുള്ളത്, ദൈവസഭയ്ക്ക് ദൈവം തന്നിരിക്കുന്ന അധികാരം പിശാചിനെ കണ്ട് തോറ്റ് പിന്മാറുവാനല്ല, എന്നാൽ ജയത്തോടെ പൈശാചിക മണ്ഡലങ്ങളെ തകർത്തുകൊണ്ട്, പിശാചിന്റെ കോട്ടകളെ തകർത്തുകൊണ്ട് ജയത്തോടെ മുന്നേറുവാനാ കർത്താവ് ക്രൂശിൽ നമുക്ക് വേണ്ടി യാഗമായി തീർന്ന് ആ അധികാരം നമുക്ക് കൈമാറി തന്നത്. നമ്മുടെ കാൽ കീഴിൽ പിശാചിനെ ഇട്ട് ചവിട്ടി മെതിക്കുവാനുള്ള അധികാരം നമുക്ക് അവൻ തന്നിട്ടുണ്ട്. രാത്രി ആ ജയം പ്രാപിച്ചുകൊണ്ട് മുന്നേറുവാൻ ദൈവമക്കൾക്കിടയായി തീരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. 1-2 പോയിന്റ്സ് കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്താൻ ആഗ്രഹിക്കുകയാണ്. യേശു എന്തിനു വേണ്ടിയാണ് ക്രൂശിക്കപ്പെട്ടത്? വൈ ജീസസ് വാസ് ക്രൂസിഫൈഡ്? ഒന്നാമതായി നമുക്കത് വായിക്കാം. ദൈവത്തിന്റെ വലിയ പദ്ധതിയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതിനെ തകർക്കുവാനുള്ള ഒരു ശ്രമമായിരുന്നു. 1 കൊരിന്ത്യർ 2-ാം അധ്യായം 2-ാം അധ്യായം 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ എങ്ങനെയാ വായിക്കുന്നത്? 1 കൊരിന്ത്യർ 2-ാം അധ്യായം 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. എന്നാൽ തികഞ്ഞവരുടെ ഇടയിൽ ഞങ്ങൾ ജ്ഞാനം സംസാരിക്കുന്നു, ഈ ലോകത്തിന്റെ ജ്ഞാനമല്ല, നശിച്ചു പോകുന്നവരായ ഈ ലോകത്തിന്റെ പ്രഭുക്കന്മാരുടെ ജ്ഞാനവുമല്ല. ദൈവം ലോക സൃഷ്ടിക്ക് മുമ്പേ നമ്മുടെ തേജസ്സിനായി മുൻ നിയമിച്ചതും മറഞ്ഞിരുന്നതുമായ ദൈവത്തിന്റെ ജ്ഞാനമത്രേ മർമ്മമായി ഞങ്ങൾ പ്രസ്താവിക്കുന്നു. അത് ഈ ലോകത്തിന്റെ പ്രഭുക്കന്മാരാരും അറിഞ്ഞില്ല. അറിഞ്ഞിരുന്നുവെങ്കിൽ അവർ തേജസ്സിന്റെ കർത്താവിനെ ക്രൂശിക്കുകയില്ലായിരുന്നു. കണ്ടോ? തേജസ്സിന്റെ കർത്താവിനെ ക്രൂശിക്കണം എന്നുള്ള ഒരു പദ്ധതി, കർത്താവിന്റെ തേജസ്സിനെ മാറ്റിക്കളയുവാൻ, കർത്താവിന്റെ തേജസ്സിനെ ഈ ഭൂമിയിൽ നിന്ന് ഇല്ലാതാക്കുവാനായി, കർത്താവിന്റെ തേജസ്സിന്റെ കർത്താവിനെ അവർ ക്രൂശിച്ചു എന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുകയാണ്. തേജസ്സിനെ മാറ്റിക്കളയുവാനായി യേശു ക്രൂശിതനായി മാറേണ്ടതായിട്ട് വന്നുവെന്ന് വചനം പറയുന്നു. മറ്റൊരു ഭാഗം നോക്കാം. എന്തായിരുന്നു യേശു ക്രൂശിക്കപ്പെടാനുള്ള കാരണം? അപ്പോസ്തല പ്രവൃത്തികൾ 2:23 ഇങ്ങനെ പറയുന്നു, ഇറ്റ് വാസ് എ നെസസിറ്റി. അതൊരു ആവശ്യമായിരുന്നു, അതൊരു അത്യാവശ്യമായിരുന്നു. അത് മാത്രമേ മനുഷ്യവർഗത്തിന്റെ രക്ഷയ്ക്ക് ഒരു പോംവഴിയായിട്ട് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായം 23-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു,
പുരുഷനായ നസ്രായനായ യേശുവിനെ ദൈവം തന്റെ സ്ഥിരനിർണയത്താലും മുന്നറിവിനാലും ഏൽപ്പിച്ചിട്ട് നിങ്ങൾ അവനെ അധർമ്മികളുടെ കൈയാൽ തറപ്പിച്ചു കൊന്നു. ദൈവമോ മരണഭാഷങ്ങളെ അടിച്ച് അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു, മരണം അവനെ പിടിച്ചു വയ്ക്കുന്ന അസാധ്യമായി. നോക്കി, അവിടെ കണ്ടോ, സ്ഥിരനിർണയത്താൽ മുന്നറിവിനാലും ഏൽപ്പിച്ചിട്ട് നിങ്ങൾ അവനെ അധർമ്മികളുടെ കൈയാൽ തറപ്പിച്ചു. നമ്മുടെ ദൈവത്തിന്റെ ഒരു പദ്ധതി അവിടെ നിറവേറണമായിരുന്നു. അതൊരു ആവശ്യമായിരുന്നു, അല്ലെങ്കിൽ അത്യാവശ്യമായിരുന്നു. അതുകൊണ്ടാണ് യേശു ക്രൂശിക്കപ്പെടേണ്ടതായിട്ട് വന്നത്. മനുഷ്യവർഗത്തിന് വീണ്ടെടുപ്പിന് അത് അത്യാവശ്യമായിരുന്നു. മറ്റൊരു വാക്യം കൂടെ ഇങ്ങനെ വായിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 24:7 വാക്യം. അവിടെ എങ്ങനെയാ പറയുന്നത്? മനുഷ്യപുത്രനെ പാപികളായ മനുഷ്യരുടെ കയ്യിൽ ഏൽപ്പിച്ചു, ക്രൂശിക്കുകയും അവൻ 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും വേണമെന്ന് പറഞ്ഞത് ഓർത്തുകൊള്ളും. നോക്കിക്കേ, ഇത് ദൈവത്തിന്റെ ഒരു പദ്ധതി ആയതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. ദൈവം ഏൽപ്പിച്ചിട്ടാണ് സംഭവിച്ചത്. മനുഷ്യവർഗം വീണ്ടെടുക്കപ്പെടുവാൻ, രക്ഷ പ്രാപിക്കുവാൻ യേശു കാൽവറി ക്രൂശിൽ യാഗമായി തീരേണ്ടത് അത്യാവശ്യമായിരുന്നു. ഇനി മൂന്നാമത്തെ ഒരു ഭാഗം കൂടെ ഞാൻ അവിടെ ഒന്ന് പറഞ്ഞു നിർത്തട്ടെ. നോ ഡെലിവറൻസ് വിതൗട്ട് ബ്ലഡ്. രക്തം ചിന്തിയിട്ടല്ലാതെ പാപമോചനമില്ല. ഒരു മനുഷ്യന്റെ വീണ്ടെടുപ്പിന് എബ്രായർക്ക് എഴുതിയ ലേഖനം 9-ാം അധ്യായത്തിന്റെ 22-ാമത്തെ വാക്യം ഞാനൊന്ന് വായിക്കാം. എബ്രായർക്ക് എഴുതിയ ലേഖനം 9-ാം അധ്യായം 22-ാമത്തെ വാക്യം. അവിടെ എങ്ങനെയാ കാണുന്നത്? ന്യായപ്രമാണ പ്രകാരം ഏകദേശം സകലവും രക്തത്താൽ ശുദ്ധീകരിക്കപ്പെടുന്നു. രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല. രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല. മനുഷ്യവർഗത്തിന്റെ വീണ്ടെടുപ്പിന് ഒരു വ്യക്തി നിർബന്ധമായിട്ടും രക്തം ചിന്തണമായിരുന്നു. ഒരു പാപിയായ മനുഷ്യന് മറ്റൊരു പാപിയായ മനുഷ്യന് വേണ്ടി തന്റെ രക്തം ചിന്തി അവനെ വിടുവിക്കാൻ കഴിയത്തില്ല. അതാ ഈ വീണ്ടെടുപ്പിന്റെ വിലയെക്കുറിച്ച് തിരുവചനം പഠിപ്പിക്കുന്നത്. പാപമില്ലാത്തവന്റെ രക്തത്തിനെ ഒരു പാപിയെ വീണ്ടെടുക്കാൻ കഴിയത്തുള്ളൂ. ആ റിഡംഷൻ, ആ പ്രോസസ്സൊക്കെ ഭയങ്കര ആഴത്തിൽ പഠിക്കേണ്ടത്. അതിനുള്ള സമയം നമുക്കില്ലല്ലോ. മക്കളെ, അവിടെ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. തന്റെ അവസാനത്തോട് രക്തം വരെയും കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ഊറ്റി തന്നത് നാം നിത്യരക്ഷ പ്രാപിക്കണമെന്നുള്ള നിർബന്ധം അവനുണ്ടായിരുന്നത് കൊണ്ടാണ്. ഒരൊറ്റ കാര്യം കൂടെ പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്താൻ ആഗ്രഹിക്കുകയാണ്. വൈ ഗോഡ് അലൗഡ് ദ ക്രൂസിഫിക്ഷൻ. എന്തുകൊണ്ട് ദൈവം ഈ ക്രൂസിഫിക്ഷൻ, യേശുവിൻ്റെ ക്രൂശീകരണം അനുവദിച്ചു കൊടുത്തു? ദൈവത്തിന്റെ അനുവാദമില്ലാതെ ഇതൊന്നും നടക്കത്തില്ല. പിശാച് പല പദ്ധതികളൊക്കെ ഒരുക്കി പിശാച് വിചാരിച്ചു എനിക്ക് കർത്താവിനെ, യേശുവിനെ അങ്ങ് തീർത്ത് കളയാം. പക്ഷെ അവന്റെ പദ്ധതികളെല്ലാം പരാജയപ്പെട്ടു എന്ന് തിരുവചനം പറയുകയാണ്. ഹല്ലേലൂയ. അവിടെ ഇങ്ങനെ നമുക്ക് കാണാനായിട്ട് കഴിയും. നമുക്ക് 2-3 പോയിന്റ്സ് പെട്ടെന്നൊന്ന് നോക്കാം. നമ്മുടെ പാപത്തിന്റെ പരിഹാരമായി തീരുവാനാണ് ദൈവം ഇത് അനുവദിച്ചു കൊടുത്തത്. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ദൈവത്തിൽ നിന്ന് അകന്നുപോയ മനുഷ്യൻ ദൈവത്തെങ്കിലേക്ക് അടുപ്പിക്കുവാൻ ദൈവം വലിയൊരു പദ്ധതി ഒരുക്കി. ആ പദ്ധതിയായിരുന്നു യേശുവിന്റെ ക്രൂശ് മരണത്തിലൂടെ സംഭവിച്ചത്. ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ ഓർക്കുമ്പോൾ എപ്പോഴും നമ്മുടെ മനസ്സിൽ വരേണ്ട ഒരു ചിത്രമുണ്ട്. എൻ്റെ പാപത്തിനു വേണ്ടിയാണ് അവൻ മരിച്ചത്. ദൈവത്തിൽ നിന്ന് അകന്നുപോയ എന്നെ ദൈവത്തോട് ചേർത്ത് വെക്കുവാനാ കർത്താവായ യേശു കാൽവറി ക്രൂശിലൂടെ യാഗമായി തീർന്നതെന്നുള്ള ബോധ്യം, ഓർമ്മ ഓരോ നിമിഷവും നമുക്ക് ഉണ്ടാകണം. ഞാൻ വേഗം കിടന്നുകൂടെ റോമർ 5:8 അത് പറയുന്നത്. 6:23 പറയുന്നുണ്ട് യേശുവിനോട് ചേരുവാൻ. സ്നാനത്തെക്കുറിച്ചൊക്കെ അവിടെ പറയുന്നത് അങ്ങനെയാ. യേശുവിനോട് ചേരുവാൻ സ്നാനപ്പെട്ടവരായ നാം. തിരുവചനം സ്നാനത്തിന് അത്രയധികം പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. രക്ഷിക്കപ്പെട്ട ഒരു ദൈവപൈതലിന്റെ ഏറ്റവും വലിയ അടുത്ത സ്റ്റെപ്പാ സ്നാനം എന്ന് പറയുന്നത്. യേശുവിനോട് ചേരുവാൻ സ്നാനപ്പെട്ടവരായ നാം, യേശുവിനെ ധരിക്കുവാൻ സ്നാനപ്പെട്ടവരായ നാം, യേശുവിന്റെ മരണ പുനരുത്ഥാനത്തിൽ പങ്കാളികളാകുവാൻ സ്നാനം അത്യാവശ്യമാണ്. ദൈവമക്കളെ, എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഇതുവരെയും അങ്ങനെ ഒരു സ്റ്റെപ്പ് എടുത്തിട്ടില്ല എങ്കിൽ രാത്രി പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയാൻ പറയുന്നു. ഹല്ലേലൂയ. സ്നാനം വളരെ അത്യാവശ്യമാണ്. യേശുവിനോട് ചേരുവാൻ നാം സ്നാനപ്പെട്ടേ മതിയാകത്തുള്ളൂ. റോമർ 6-ാം അധ്യായത്തിൽ അത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്.
രണ്ടാമത് പറയട്ടെ, എന്തുവാ ഗോഡ്? ദൈവത്തിന് ആ ഡിവൈൻ റീസൺസാ ഞാൻ പറയുന്നത്. ദൈവം എന്തുകൊണ്ട് യേശുവിന്റെ ക്രൂശ് മരണം അനുവദിച്ചു കൊടുത്തു, അല്ലെങ്കിൽ എന്തിനായി സംഭവിച്ചതിന് ഒത്തിരി പൊളിറ്റിക്കൽ റീസൺസ് ഒക്കെ ഒത്തിരി ഉണ്ട്. അതിനോട്ടൊന്നും പോകാൻ സമയമില്ല. ഒന്നാമത് ഞാൻ പറഞ്ഞു, ടു പേ ദ പെനാൽറ്റി ഫോർ അവർ സിൻ, നമ്മുടെ പാപത്തിന് പരിഹാരമായി തീരുവാൻ അവന്റെ ആ റിഡംഷൻ പ്രോസസ് നടന്നെങ്കിലേ പറ്റത്തുള്ളൂ. യേശു നമ്മളെ റെഡീം ചെയ്യണമായിരുന്നു. റിഡംഷൻ എന്നൊക്കെ പറയുന്ന, അല്ലെങ്കിൽ അവന്റെ ആ ഒരു റാൻസം പ്രൈസ് കൊടുത്തെങ്കിലേ പറ്റത്തുള്ളൂ. എന്തെങ്കിലും നഷ്ടപ്പെട്ട ഒന്നിനെ വില കൊടുത്ത് വാങ്ങിയെടുക്കുക, അല്ലെങ്കിൽ നമ്മൾ നഷ്ടപ്പെട്ട ഒരു സാധനത്തിന്, ഒരു വസ്തുവിനെ ആ നഷ്ടപ്പെട്ട അനുഭവത്തിൽ നിന്ന്, അല്ലെങ്കിൽ ആ മോഷ്ടിച്ചു കൊണ്ടുപോയ വ്യക്തിയിൽ നിന്ന് വില കൊടുത്ത് വാങ്ങുക. അതാ യേശുവിന്റെ രക്തം അവൻ കൊടുത്ത് നമ്മെ വിലയ്ക്ക് വാങ്ങിയെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ഭയങ്കര ആഴത്തിലുള്ള അർത്ഥം അതിനുണ്ട്. വെറുതെ കാശ് കൊടുത്ത് എന്തെങ്കിലും വാങ്ങുന്ന പോലെ അല്ല അത്. തൻ്റെ ജീവൻ തന്നെ നമുക്ക് വേണ്ടി അവൻ കൊടുത്തു. ആ വില നമ്മൾ പലപ്പോഴും തിരിച്ചറിയുന്നില്ല. ദൈവസഭ അതുകൊണ്ടാണ് ഇന്ന് പലപ്പോഴും തെറ്റിപ്പോയിക്കൊണ്ടിരിക്കുന്ന ദൈവമക്കളെ. നമ്മളത് തിരിച്ചറിയണം. വി നീഡ് ടു കം ബാക്ക്. ഈ ദിവസങ്ങളിൽ ഒരു മടങ്ങി വരവ് ദൈവസഭയ്ക്ക്, ദൈവജനത്തിന് ഉണ്ടാകട്ടെ. എവിടെയെങ്കിലും നമ്മൾ തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ അവൻ കൊടുത്ത ആ വില മനസ്സിലാക്കി നമ്മെ വീണ്ടെടുക്കുവാൻ നമ്മുടെ കർത്താവ് അവന്റെ ജീവൻ തന്നെ കൊടുത്തു എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട്, ആ ജീവന്റെ വില മനസ്സിലാക്കിക്കൊണ്ട് ഒരു മടങ്ങി വരവ് ഈ ദിവസങ്ങൾ നമ്മൾ ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. രണ്ടാമത്തെ കാര്യം, ടു ഫുൾഫിൽ ദ പ്രോഫസീസ്. പഴയ നിയമത്തിൽ അനേകം പ്രോഫസികൾ യെശയ്യാ പ്രവാചകൻ 53-ാം അധ്യായത്തിൽ പറഞ്ഞു. നമുക്ക് വേണ്ടി അവൻ മുറിവേറ്റു, അവൻ തകർന്നു എന്നൊക്കെ കാണുകയാണ്. അതുകൊണ്ട് ദൈവമക്കളെ, നമ്മെ ആ പ്രോഫസീസ് എല്ലാം നിവൃത്തിയാകുവാൻ അവൻ യാഗമായി തീർന്നു. മൂന്നാമത്തെ കാര്യം, ടു റിക്കൺസിൽ. ഞാൻ നേരത്തെ പറഞ്ഞ മാൻ വിത്ത് ഗോഡ്, ദൈവവുമായിട്ടൊരു റിക്കൺസിലിയേഷൻ, ഒരു നിരപ്പിന്റെ അനുഭവം മനുഷ്യനുണ്ടാകുവാനാണ് യേശു കാൽവറിയിൽ യാഗമായി തീർന്നത്. വാക്യം 2 കൊരിന്ത്യർ 5:19 വളരെ വ്യക്തമായിട്ട് പറയുന്നു. ടു റെസ്റ്റോർ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ അസ്, ബ്രോക്കൺ റിലേഷൻഷിപ്പിനെ വീണ്ടെടുക്കുവാൻ. നാലാമത്തെ കാര്യം, ടു ഡെമോൺസ്ട്രേറ്റ് ഗോഡ്സ് ലവ്, ദൈവത്തിന്റെ സ്നേഹം പ്രദർശിപ്പിക്കുവാൻ. 3:16 യോഹന്നാൻ നമുക്കറിയാമല്ലോ, തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ആരും നശിച്ചു പോകാതിരിക്കുവാൻ തന്റെ ഏകജാതനായ തന്റെ പുത്രനെ അവൻ ഈ ഭൂമിയിലേക്ക് അയച്ചു. ആരും നശിച്ചു പോകരുന്ന കർത്താവിന് ആഗ്രഹമുണ്ട്. അവസാനത്തെ ഒരു പോയിന്റ് കൂടെ പറഞ്ഞോട്ടെ, ടു ഡിഫീറ്റ് സേറ്റൻ ആൻഡ് ഡെത്ത്, സാത്താനെയും പിശാചിനെയും തോൽപ്പിക്കുവാൻ കാൽവറി ക്രൂശിലൂടെ യേശു യാഗമായി തീർന്നു. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 2:15 വ്യക്തമായിട്ട് നമ്മൾ നേരത്തെ വായിച്ചതാണ്. അവസാനത്തെ ഒരു പോയിന്റ് കൂടെ പറഞ്ഞ് എൻ്റെ വാക്കുകൾ നിർത്താം. ടു ഓപ്പൺ ദ വേ ടു എറ്റേണൽ ലൈഫ്, നിത്യതയിലേക്ക് നമുക്കൊരു വഴി ഒരുക്കി തരുവാൻ. യോഹന്നാൻ 14:16 പറയുന്നു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും. സന്ധ്യയിൽ ഞാൻ എൻ്റെ വാക്കുകൾ നിർത്താൻ ആഗ്രഹിക്കുകയാണ്. ആ കാൽവറി ക്രൂശിന്റെ ചുവട്ടിലേക്ക് ഒരിക്കൽ കൂടെ നമ്മുടെ ശ്രദ്ധയെ ഒന്ന് കൊണ്ടുപോകാൻ കഴിയുമോ? ഒരു നിമിഷം നമുക്കൊന്ന് പ്രാർത്ഥിക്കാമോ? അവൻ മരിച്ചു, അടക്കപ്പെട്ട് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് ഇന്നും നമുക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. മനുഷ്യവർഗത്തിന്റെ ഏറ്റവും വലിയ പ്രത്യാശ എന്ന് പറയുന്നത് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു വീണ്ടും വരുമെന്നുള്ളതാ. ആ യേശുവിന്റെ വരവിൽ നാം എടുക്കപ്പെടണമെങ്കിൽ അവനോട് കൂടെ യാത്ര ചെയ്തേ പറ്റത്തുള്ളൂ. നമ്മുടെ പാപത്തിന് പരിഹാരം പ്രാപിച്ചുകൊണ്ട് ഒരു വിശുദ്ധ ജീവിതം നയിക്കുന്ന ഒരു ദൈവപൈതലിനെ മാത്രമേ നിത്യതയിൽ അവൻ ചേർക്കുകയുള്ളൂ. അവൻ വീണ്ടും വന്ന് തന്റെ സഭയെ ചേർക്കുമ്പോൾ, തന്റെ വിശുദ്ധന്മാരെ ചേർക്കുവാൻ അവൻ വീണ്ടും വരുമ്പോൾ, ആ കൂട്ടത്തിൽ നമുക്കും ഒരു പങ്ക് ലഭിക്കണമെങ്കിൽ, അവനോടൊപ്പം നിത്യതയിൽ എടുക്കപ്പെടണമെങ്കിൽ, ദൈവമക്കളെ, നാം അവന്റെ കൂടെ വിശുദ്ധിയോടെ ജീവിച്ചേ പറ്റത്തുള്ളൂ. അതിനുവേണ്ടി നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും പാപങ്ങളുണ്ടെങ്കിൽ, കുറവുകളുണ്ടെങ്കിൽ, ഇന്നുവരെയും യേശുവിനെ നിങ്ങളുടെ ഹൃദയത്തിൽ സ്വീകരിച്ചിട്ടില്ല എങ്കിൽ, ഇന്ന് രാത്രി യേശുവിനോട് പറയാം, യേശുവെ, ഞാനൊരു പാപിയാണ്, എൻ്റെ ഹൃദയത്തിൽ അങ്ങൊന്ന് വന്ന് വസിക്കണമേ. അങ്ങയോട് കൂടെ വസിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങ് എനിക്ക് വേണ്ടി മരിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങ് ഉയർത്തെഴുന്നേറ്റത് എനിക്ക് വേണ്ടിയാണ് ഞാൻ വിശ്വസിക്കുന്നു. അവേ, എന്നെ ഏറ്റെടുക്കണമേ. എൻ്റെ ഹൃദയത്തിൻ്റെ നാഥനായി, എൻ്റെ കർത്താവായി അങ്ങ് വസിക്കണമേ എന്ന് ഇന്ന് രാത്രി ആർക്കെങ്കിലും പ്രാർത്ഥിക്കാൻ കഴിഞ്ഞാൽ യേശു നിങ്ങളുടെ ഉള്ളിൽ വരും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ യേശു ഒരു മനുഷ്യൻ്റെയും ഒരു മതത്തിൻ്റെയും ദൈവമല്ല. മതങ്ങളെല്ലാം മനുഷ്യരുണ്ടാക്കിയതാ. യേശു സകല മനുഷ്യരുടെയും ദൈവമാണ്. ആരെല്ലാം അവൻ വിശ്വസിക്കുന്നു,
ഒരുപക്ഷെ നമ്മൾ ഏത് മതത്തിൽപ്പെട്ട വ്യക്തിയാവട്ടെ, കറുത്തവനോ വെളുത്തവനോ, നാം പണക്കാരനോ പണ്ഡിതനോ പാമരനോ ആരുമാകട്ടെ, യേശു എല്ലാവരെയും സ്നേഹിക്കുന്നു. രാത്രി ആ യേശുവിൻ്റെ കൈകളിലേക്ക് യേശുവിന് വേണ്ടി നമ്മുടെ ഹൃദയത്തെ ഒന്ന് തുറന്നു കൊടുക്കാൻ തയ്യാറാണെങ്കിൽ യേശു നമ്മുടെ ഉള്ളിൽ വന്ന് അവനോടൊപ്പം നിത്യതയിൽ വസിക്കാൻ നമുക്ക് അവസരം ഒരുക്കി തരും. അതിനുവേണ്ടി കർത്താവ് നമ്മളെ സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ഒരു വാക്ക് പ്രാർത്ഥിക്കാം. പ്രിയ പിതാവേ, ഞാൻ ഈ ജനത്തെ അനുഗ്രഹിക്കുന്നു. ഇന്ന് അടിയന്റെ വചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും യേശുവിന്റെ കരങ്ങളിലേക്ക് തരുന്നു. ഇനിയും ഇത് കേൾക്കുന്ന ആരെങ്കിലും കർത്താവിന് വേണ്ടി ഹൃദയത്തെ തുറന്നിട്ടില്ലെങ്കിൽ അപ്പോൾ അവരുടെ ഉള്ളങ്ങളിലോടങ്ങ് സംസാരിക്കണം. പരിശുദ്ധാത്മാവിന്റെ ജനത്തെ തുടരണം. എല്ലാവരെയും അനുഗ്രഹിക്കണം. ദൈവകൃപ കൊണ്ട് പൊതിയണം. പ്രത്യേകിച്ച് പ്രാർത്ഥനാധ്വനി കൂട്ടായ്മ ഏറ്റവും അനുഗ്രഹമായി മുന്നേറുവാൻ കർത്താവ് പിന്നെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിന് നന്ദി പറയുന്നു, യേശുവിന്റെ നാമത്തിൽ തന്നെ. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്ന പ്രാർത്ഥനാധ്വനിയുടെ എല്ലാ ഭാരവാഹികളോടുള്ള നന്ദിയും സ്നേഹം ഒരിക്കൽ കൂടെ അറിയിക്കുന്നു. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു സോ മച്ച്. ഗോഡ് ബ്ലസ് യു ഓൾ.